ബിഗ് ബോസ് താരങ്ങൾക്കെല്ലാം സുഖമാണല്ലോ. ഞാൻ ആരെയും കുറ്റം പറയാൻ നിൽക്കുന്നില്ല. ബിഗ് ബോസിലുള്ള കുറേ ആൾക്കാർ പോയി. പിന്നെ അത് കഴിഞ്ഞ് മസ്താനി, ലക്ഷ്മി, കുറേ പേര് ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. ഇവരെയൊക്കെ വിമർശനങ്ങളും എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആദില നൂറ വിഷയം ഭയങ്കര ചർച്ചകളാണ്, വിഷയമാണ്, അടിയും പിടിയും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്നുണ്ട്. എല്ലാം കുറ്റം പറയാനാണെങ്കിൽ ഡെയിലി നമുക്ക് ഇങ്ങനെ ഇടാനേ ഉള്ളൂ. ഇത് നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. പിന്നെ അതുകൊണ്ട് ആദില നൂറ വിഷയം, അവർക്ക് അവിടെ ഒരു സപ്പോർട്ടുള്ളവരുണ്ട്, സപ്പോർട്ടില്ലാത്തവരുണ്ട്. അത് നല്ല കാര്യം. അവർക്ക് രണ്ട് പെണ്ണുങ്ങളെന്നുള്ള ഒരു രീതിയേ ഉള്ളൂ, അല്ലാതെ വേറെ പല സ്വഭാവം ഉണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷേ അത് നമ്മളെപ്പോലെ ഉള്ള കുടുംബത്തിൽ ഉള്ള പിന്നെ വാപ്പയും ഉമ്മയും ഒക്കെ ഉള്ളപ്പം നമുക്കത് കേൾക്കുമ്പം തന്നെ നമുക്കൊരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് പറയുന്നത്, അല്ലാതെ ആദില നൂറയെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ അനീഷ് വന്ന സമയത്ത് ഭയങ്കര ബഹളമായിരുന്നു. ബഹളമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം. ഇപ്പോൾ അനീഷ് പാവത്താരെ പോലെ ഒരു മൂലയിൽ ഒതുങ്ങി കൂടുന്നു. ഗുണവും ഇല്ല, ദോഷവും ഇല്ല. എന്തിനാന്നുള്ളത് അറിയാമല്ലോ എല്ലാവർക്കും. ചില കാണുന്ന പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാവും. ബിഗ് ബോസിൽ വിജയിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാര്യം. ഓക്കെ, നിർത്തുന്നു.